നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സും മാതൃഭൂമി ദിനപത്രവും ചേർന്നാണ് തിരഞ്ഞെടുപ്പ് പ്രവചന മത്സരം സംഘടിപ്പിച്ചത്. 31 സീറ്റുകൾ നേടി തിരൂർ നഗരസഭയിൽ UDF അധികാരത്തിലെത്തുമെന്ന് 3 പേരാണ് പ്രവചി. മലപ്പുറം ഡൌൺഹിൽ സ്വദേശി നെയ്ക്കൽ സമീറ, വെളിമുക്ക് മാപ്ലി വീട്ടിൽ ഖാദർ, ഒഴൂർ മാടമ്പാട്ട് വീട്ടിൽ ആയിഷ എന്നിവരാണ് ഈ 3 പേർ. ഇവരിൽ നിന്ന് നറുക്കിട്ട സമീറയെ 1ാം സമ്മാനമായ സ്വർണ്ണ നാണയത്തിന് അർഹയായി തെരഞ്ഞെടുത്തു. സമീറ TTC കോഴ്സ് പൂർത്തിയാക്കിയ വീട്ടമ്മയാണ്. 10 പേർ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി. വിജയികൾക്ക് തിരൂർ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മാതൃഭൂമി കോട്ടയ്ക്കൽ സീനിയർ റീജിയണൽ മാനേജർ C സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി, തിരൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ യാസർ പൊട്ടച്ചോല, കൌൺസിലർമാരായ ഗഫൂർ P ലിലീസ്, നിർമ്മല കുട്ടികൃഷ്ണൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, സെക്രട്ടറി സമദ് പ്ലസന്റ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയറക്ടർമാരായ പൂവിൽ അഹമ്മദ്, പൂവിൽ അബ്ദുൽ ലത്തീഫ്, മാതൃഭൂമി സർക്കുലേഷൻ മാനേജർ നൌഫീർ, മാതൃഭൂമി ലേഖകൻ പ്രദീപ് അയ്യോളി, PA റഷീദ്, മമ്മി ചെറുതോട്ടത്തിൽ, സാഗർ അബ്ദുള്ള, നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. ഏത് കക്ഷി അധികാരത്തിൽ വരും, എത്ര സീറ്റ് ലഭിക്കും എന്നതായിരുന്നു ഇതിന്റെ പ്രധാന വിഷയം. ഈ വിഷയത്തിൽ ഓൺലൈനായി നടത്തിയ ഈ കോൺടെസ്റ്റിൽ സമ്മാനത്തിന് അർഹരായവർക്കുള്ള സമ്മാന വിതരണമാണ് നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കാൻ പോകുന്നത്. ഇവിടെ സമ്മാന വിതരണം നടത്തുന്നത് ബഹുമാനിയായ നമ്മുടെ നഗര പിതാവ് ശ്രീ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അവരുകളാണ്. ഈ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊത്ത് ഉയരാനും വളരാനും ഇവിടുത്തെ ആളുകളുടെ പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ബാക്കി 3 പേരിൽ നറുക്കെടുത്ത് നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കും. മാതൃഭൂമിയും അതുപോലെ തന്നെ മെജസ്റ്റിക് ജ്വല്ലറിയും ചേർന്നുകൊണ്ടുള്ള ഈ പ്രവചന നറുക്കെടുപ്പ് ഇവിടെ കഴിഞ്ഞു. ഇതിന് ഭാഗ്യശാലികളായ എൻ്റെ സുഹൃത്തുക്കൾക്ക് വളരെയധികം അഭിനന്ദനം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ച മെജസ്റ്റിക് ജ്വല്ലറിയെ സംബന്ധിച്ച് നമുക്ക് കുറേ പറയാനുണ്ട്. കാരണം മെജസ്റ്റിക് ജ്വല്ലറി തിരൂര് മറ്റ് ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ്. അവര് ഇവിടെ അമ്മ സാഹിബുണ്ട്, പൂച്ചിണ്ട്. അപ്പോൾ ഇവരുമായും ഇവരുടെ പിതാവ് പോലും ഇവിടെ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിന്റെ പ്രവർത്തനങ്ങളിൽ സാധാരണ മനുഷ്യരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആര് വിജയിക്കുമെന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് മാതൃഭൂമിയും മെജസ്റ്റിക് ജ്വല്ലറിയും സംഘടിപ്പിച്ചിട്ടുള്ള ഈ നറുക്കെടുപ്പ് ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിജയം വരിച്ചിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് വിജയം വരിച്ചത്. ഞങ്ങൾ പരാജിതരല്ല, കൂടെയുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. മെജസ്റ്റിക് ജ്വല്ലറിക്കും മാതൃഭൂമിക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തിരിച്ചറിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും സന്തോഷം. നന്ദി. എന്നും മെജസ്റ്റിക് ജ്വല്ലറിയെ നെഞ്ചിലേറ്റിട്ടുള്ള നല്ലവരായ ഉപഭോക്താക്കളെ, മാധ്യമ പ്രവർത്തകരെ, വലങ്കൈ ഇടങ്കൈ അറിയാതെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന വലിയ ഒരു ജ്വല്ലറി സ്ഥാപനമാണ് മെജസ്റ്റിക്. ഇത്തരത്തിലുള്ള ഒരു പ്രവചന മത്സരത്തിൽ 1ാമത് അതുപോലെ തന്നെ മൊത്തം ആവശ്യമായിട്ടുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുകയും അതിനു വേണ്ടി മാതൃഭൂമി ദിനപത്രത്തോടുള്ള പത്രങ്ങൾ കാണിച്ച ശുഷ്കാന്തിയും തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.